പരീക്ഷ ചൂടായില്ല എല്ലാവർക്കും. മാർച്ച് ദേ എത്തിപ്പോയി. പ്ലസ് ടുവിന് ശേഷം കേരളത്തിനകത്തൊക്കെ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസാ നിങ്ങളൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം കേട്ടോ. കീം 2025ലേക്കുള്ള ആപ്ലിക്കേഷൻസും രജിസ്ട്രേഷൻ പ്രൊസീജിയറും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം നമുക്ക് കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിക്കോട്ടെ, പ്രോസ്പെക്ടസ് ആയിക്കോട്ടെ എല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കിയാലോ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ടസും നമുക്ക് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. വായോ. സോ നമുക്ക് ആദ്യം തന്നെ ഗൂഗിളിൽ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അതിനകത്ത് കീം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പോർട്ടൽ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കീം 2025 നിങ്ങൾ വരുന്നത്. സോ അതിൽ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് കീമിന്റെ ഒഫീഷ്യൽ 2025ലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ആദ്യം കാണാനായിട്ട് സാധിക്കുന്നത് കോഴ്സ് വൈസ്, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു 4 കാറ്റഗറി, ഒരു 5 കാറ്റഗറി ആയിട്ടാണ് ഇതിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ 4ആയിട്ടാണ് പറയുന്നത്, അതായത് മെഡിക്കലും മെഡിക്കൽ അനുബന്ധ കോഴ്സുകളും മെഡിക്കൽ അല്ലായിട്ട് കോഴ്സുകളെ നമ്മൾ ഒരു കാറ്റഗറി ആയിട്ടാണ് മാറ്റുന്നത്. ബട്ട് ഇതിനകത്തൊരു 5 കാറ്റഗറിയിലായിട്ടാണ് കോഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എ കാറ്റഗറി മെഡിക്കൽ കോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ള MBBS, BDS, BHMS, ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി കോഴ്സുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ബി കാറ്റഗറി ആയിട്ടുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സ് അഥവാ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BSc വിഭാഗത്തിൽപ്പെട്ട കുറച്ച് കോഴ്സുകളാണ്. അതായത് BSc അഗ്രികൾച്ചർ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, അതുപോലെ തന്നെ വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി VVSc കോഴ്സ് വരുന്നുണ്ട്. BTech അതായത് ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് വരുന്നുണ്ട്. BFSc വരുന്നുണ്ട്, ഫിഷറി സയൻസ് വരുന്നുണ്ട്. സോ ഇത്രയും കോഴ്സുകളാണ് ബി കാറ്റഗറി വിഭാഗത്തിൽ വരുന്നത്. സി കാറ്റഗറി ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BTechന്റെ തന്നെ പല പല സ്പെഷ്യലൈസേഷൻസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡയറി ടെക്നോളജി ഉണ്ട്, അഗ്രികൾച്ചർ ടെക്നോളജി ഉണ്ട്, ഫുഡ് ടെക്നോളജി. സോ ഇങ്ങനത്തെ കോഴ്സസ് ആണ് നമുക്ക് സി കാറ്റഗറിയിൽ വരുന്നത്. ഈ കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർമസി കോഴ്സ് ആയിട്ടുള്ള BPharm ആണ് വരുന്നത്. ഈ കാറ്റഗറിയിൽ ആർക്കിടെക്ചർ കോഴ്സ് ഉള്ള BArchന്റെ കോഴ്സാണ് വരുന്നത്. സോ ഇത്രയും കാറ്റഗറി വൈസ് കോഴ്സിലേക്കാണ് ഇപ്പോൾ കീം 2025ലേക്കുള്ള ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ ഈ ഒരു ടൈമിലാണ് രജിസ്ട്രേഷൻസ്, ഈ പറഞ്ഞ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ഇനി നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കീം 2025 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കീം എക്സാമിനേഷന് നമുക്ക് ഈ എല്ലാ കോഴ്സിനകത്തും നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ട് വരുന്നില്ല. സോ അത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സ് ആയിട്ടുള്ള BTech കോഴ്സിനകത്ത് നമ്മൾ കീമിൻ്റെ P1, P2, പേപ്പർ 1, പേപ്പർ 2 എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ BArch എന്ന് പറഞ്ഞ കോഴ്സ് ആയിട്ടുള്ള ആർക്കിടെക്ചർ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതിയായിരിക്കും, എക്സാമിനേഷൻ എഴുതേണ്ടി വരുന്നില്ല, കീമിൻ്റെ എക്സാമിനേഷൻ എഴുതേണ്ടി വരുന്നില്ല. പകരം നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ടത് നാറ്റയുടെ എക്സാമിനേഷൻ ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഓർ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ്, രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതിയാകും. എക്സാമിനേഷൻ വരുന്നത് നീറ്റിൻ്റെ എക്സാമാണ് നമ്മളിവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫാർമസിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഫാർമസിയുടെ തന്നെ കീമിൻ്റെ തന്നെ ഫാർമസി എക്സാമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സിനകത്ത് എലാബറേറ്റ് ചെയ്ത് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. സോ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രോസ്പെക്ടസിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു നോട്ടിഫിക്കേഷനകത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്ടിനകത്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർലി അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോസ്പെക്ടസ് ഒന്ന് നെക്സ്റ്റ് നോക്കാം. സോ ഒരു പ്രോസ്പെക്ടസിനകത്ത് ആദ്യം തന്നെ പറയുന്നത് ഡേറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 20 മുതലാണ്, വ്യാഴാഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവസാന തീയതി വരുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി വരുന്നത് 10 മാർച്ച് 10 വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും നമുക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അവസാന തീയതി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് മാർച്ച് 10 ആണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് 15 വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിട്ട് വേണം ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 10 കേട്ടോ. ഏപ്രിൽ 10 മുതലായിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക.
ഡേറ്റ് എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ, എഞ്ചിനീയറിംഗിനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 22/4 മുതൽ 30/4 വരെ ആയിരിക്കും. അതായത് ഏപ്രിൽ 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെയായിരിക്കും ഈ ഒരു എക്സാമിനേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആ ഒരു പേജിൽ തന്നെ പറയുന്ന കുറച്ച് കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ ടൈമിലുള്ള കാര്യങ്ങളൊക്കെയാണ്. എക്സാമിനേഷന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് എക്സാമിനേഷൻ്റെ വെന്യൂ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കാണും. എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത്, റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 12 മണിക്കാണ് ഉച്ചയ്ക്ക്. അപ്പോൾ എൻട്രി, എക്സാമിനേഷൻ ഹാളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് 1:30-ക്കായിരിക്കും. മോക്ക് ടെസ്റ്റ് നടത്തുന്നത് 1:45-നായിരിക്കും. ലാസ്റ്റ് എൻട്രി വരുന്നത്, എക്സാമിനേഷൻ ഹാളിലേക്കുള്ള ലാസ്റ്റ് എൻട്രി വരുന്നത് 1:50-നാണ്. എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കും എൻഡ് ചെയ്യുന്നത് 5 മണിക്കും ആയിരിക്കും വൈകുന്നേരം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് വരുന്നത്. കൂടാതെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുമ്പോൾ അഡ്മിറ്റ് കാർഡ് ഉണ്ട്, ഫോട്ടോ, ID പ്രൂഫാണ് നമ്മുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള. അതുപോലെ തന്നെ നമുക്കൊരു ബോൾ പോയിന്റ് പെന്നാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോൾ പോയിന്റ് പെന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഡിക്ലറേഷൻ, റിസൾട്ട്സിൻ്റെ ഡിക്ലറേഷൻ ഡേറ്റുകളൊക്കെ നമുക്ക് ഇതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ കാണുന്നതുണ്ടെങ്കിലും തുടർന്നുള്ള പേജുകളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ്, കണ്ടന്റിനകത്ത് അവർ ക്ലിയർലി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. കോഴ്സ് ഡീറ്റെയിൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് സീറ്റിൻ്റെ റിസർവേഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട്, കാറ്റഗറി വൈസ് റിസർവേഷൻ പെർസെൻറ്റേജ് ഉണ്ട്, കോഴ്സ് ഡ്യൂറേഷൻ ഉണ്ട്, അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റിയുടെ ക്രൈറ്റീരിയാസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ നമുക്കിവിടെ ഇപ്പോൾ ആദ്യം തന്നെ റിസർവേഷൻ കാറ്റഗറി വൈസ് ഒന്ന് നോക്കാം കേട്ടോ. എത്ര പെർസെൻറ്റേജ് സീറ്റ് റിസർവേഷൻ ഉണ്ടെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് 50% ആണ് വരുന്നത്. പിന്നെ EWS കാറ്റഗറി 10%, SCBC ആണെന്നുള്ളത് 30%. അതുപോലെ ഈഴവ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, OBH ആയിക്കോട്ടെ, ലാറ്റിൻ കാത്തലിക് ആയിക്കോട്ടെ, എന്തൊക്കെ കാറ്റഗറി വൈസ് ആണ് റിസർവേഷൻ വരുന്നതിൽ ക്ലിയർലി അവർ ചാർട്ടിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. സോ റിസർവേഷൻ കാറ്റഗറി ബേസ്ഡ് ആയിക്കോട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി വൈസ് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റിന് താഴോട്ടുള്ള പേജുകളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ ഡീറ്റെയിൽസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കോഴ്സ് വൈസുള്ള പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് വരുന്നത്. ഓരോ കോഴ്സ് വൈസും നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണം, പിന്നെ എന്തൊക്കെ സബ്ജക്ട്സ് നിങ്ങൾ ആ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി എന്തൊക്കെ സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ഇപ്പം വെറ്റിനറി സയൻസ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾ കവറപ്പ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് മെയിൻലി കവറപ്പ് ആവുന്നത്. പിന്നെ നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏജ് ക്രൈറ്റീരിയ ആണ് കേട്ടോ. സോ പേജ് നമ്പർ 54-നകത്താണ് ഈ ഒരു ഏജിൻ്റെ കാറ്റഗറി വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മെയിൻ ക്രൈറ്റീരിയ ഇതിനകത്ത് പറയുന്നത് 54 നമ്പർ പേജിലാണ് പ്രോസ്പെക്ടസിനകത്തുള്ള. അപ്പോൾ ഇതിനകത്ത് മെയിൻലി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ ആപ്ലിക്കൻസിന് 31 ഡിസംബർ 2025 ആകുമ്പോഴത്തേക്ക് 17 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കൂടാതെ തന്നെ അപ്പർ ഏജ് ലിമിറ്റ് കാറ്റഗറിയും ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, BPharm, BAMS, BSMS, BHMS, BUMS ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കൊന്നും അപ്പർ ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയ പറയുന്നില്ല കേട്ടോ. കൂടാതെ തന്നെ MBBS, BDS കോഴ്സുകൾക്കും അപ്പർ ഏജ് ലിമിറ്റിന്റെ കാര്യം നമ്മുടെ നീറ്റ് 2025 UG കാറ്റഗറിയിലുള്ള ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനകത്ത് അവർ ക്ലിയർലി പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ വായിച്ചിട്ട് മാത്രം MBBS, BDS കോഴ്സുകൾക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരുടെ അപ്പർ ഏജ് ലിമിറ്റ് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു കാര്യം മാത്രമാണ് ഏജിനകത്ത് നമ്മൾ അവർ ക്ലിയർലി പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു ഇൻഫർമേഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രോസ്പെക്ടസിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ വരുന്നുണ്ടെങ്കിൽ 54 നമ്പർ പേജ് മുതൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർലി വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും ആപ്ലിക്കേഷൻസ്. കീം 2025 എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ളത് ചെറിയൊരു ഔട്ട്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം പ്രൊസീജിയർ 1 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്വേഡ് കൊടുത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമുക്ക് ഫോം ഒക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്. അതായത് കാറ്റഗറി, കോഴ്സ്, നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ശേഷം 3ാമത്തെ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്, ഫീ പേയ്മെന്റ് ആണ്. സോ ഓരോ കോഴ്സിൻ്റെയും ഫീസ് നമുക്കിവിടെ ആ ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അത് വരുന്നത് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BPharm കോഴ്സിനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ്, ഏതെങ്കിലും ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു BPharm കോഴ്സിനാണ് നിങ്ങൾക്ക് ഏതിനാണോ ഇൻട്രസ്റ്റ് അതിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫീസ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് 875 രൂപയും SC കാറ്റഗറിക്ക് 375 ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ ST കാറ്റഗറിക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് ഇല്ല കേട്ടോ. അവർക്ക് ഫീസിന് ഒരടവും വരുന്നില്ല ഫീസിൻ്റെത് ആപ്ലിക്കേഷൻ ടൈമിൽ.
അപ്പോൾ അതുപോലെ ബി കാറ്റഗറി എഞ്ചിനീയറിംഗിനും ബി ഫാമിനും കൂടെ ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ 1125 രൂപ ജനറൽ കാറ്റഗറിക്കും. SC കാറ്റഗറിക്ക് 500 വരുന്നത്. സി കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചറും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുമാണ് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കിടെക്ചർ മാത്രമായിട്ട് എടുക്കാം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സ് മാത്രമായിട്ട് എടുക്കാം. ഇതല്ല, ഇനി രണ്ടും കൂടെ എടുത്താലും സെയിം ഫീസ് തന്നെ വരത്തുള്ളൂ. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ബി കാറ്റഗറിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബോത്ത് A and C ആണ്. അതായത് എയിൽ വരുന്നത് എഞ്ചിനീയറിംഗും ബി ഫാമും ആണ്. ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ബി ഫാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ചൂസ് ചെയ്യാം. അതുപോലെ സി കാറ്റഗറിയിൽ സിയിൽ ആർക്കിടെക്ചറും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുമാണ് വരുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് പ്ലസ് ആർക്കിടെക്ചറും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കാര്യം ആർക്കിടെക്ചർ സിംഗിളായിട്ട് എടുത്താലും അതല്ല ഇനി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സ് മാത്രമായിട്ട് എടുത്താലും നിങ്ങൾക്ക് സെയിം ഫീസ് തന്നെയാണ് വരുന്നത്. രണ്ടും എടുത്താലും സെയിം ഫീസാണ്, സിംഗിളായിട്ട് എടുത്താലും സെയിം ഫീസാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റത്തുള്ളൂ, ഐദർ എഞ്ചിനീയറിംഗ് ഒരു ബി ഫാം. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ഫീസ് വരുന്നത് 1125, SCക്ക് 500 വരുന്നത്. ഇയിൽ വരുമ്പോഴത്തേക്ക് പറയുന്ന പറഞ്ഞാൽ ബോത്ത് B and C, അതായത് എഞ്ചിനീയറിംഗ്, ബി ഫാം, അതുപോലെ ആർക്കിടെക്ചർ, മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സ്. അപ്പം അതായത് കീം ഇഷ്യൂ ചെയ്യുന്ന എല്ലാ കോഴ്സും നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നവർക്ക്, അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് ജനറൽ കാറ്റഗറി എന്നുണ്ടെങ്കിൽ 1300 ഫീസും വരും. SCക്ക് 525 ഫീസ് വരുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഫീസ് സ്ട്രക്ചറിനകത്ത് വരുന്നത്. ഇത് കൂടാതെ അവരൊരു കാര്യമായിട്ട് എക്സ്ട്രാ നമ്മളത് പറയുന്നത് പറഞ്ഞാൽ ദുബായ്, ബഹ്റൈൻ പോലുള്ള സെന്റേഴ്സിൽ എക്സാമിനേഷൻ ചൂസ് ചെയ്യുന്ന എക്സാമിനേഷൻ സെന്റർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു അഡീഷണൽ ഫീ ആയിട്ട് 15,000 രൂപയും കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഫീസ് സ്ട്രക്ചറിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ നെക്സ്റ്റ് ഒരു തേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫീ പേയ്മെന്റ് ആണ്. അപ്പം ഫീസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ ഫീസ് വരുന്നത് ഓൺലൈൻ പേയ്മെന്റ് മോഡാണ് വരുന്നത്. അത് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് കിട്ടും. ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് 4th സ്റ്റെപ്പിലോട്ട് കടക്കാവുന്നതാണ്. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് അപ്ലോഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് കിട്ടും. അത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഫർദർ നിങ്ങൾക്ക് ആ ഒരു അക്നോളജ്മെന്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൈ കരുതേണ്ടതെന്നാണ്. നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സിഗ്നേച്ചർ, ഫോട്ടോ, അതുപോലെയുള്ള ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന്. അപ്പോൾ അതെന്താണെന്നുള്ളത് ക്ലിയർലി ഒന്ന് പറയാം. ഫസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്, സിഗ്നേച്ചർ. ഇതെല്ലാം ലെസ് ദാൻ 100 KB ആയിരിക്കണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. ഇത് കൂടാതെ തന്നെ നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ഡോക്യുമെന്റ്സ് ആണ്. അതായത് 10th സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതുകൂടാതെ നെക്സ്റ്റ് വേണ്ടത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. സോ നേറ്റിവിറ്റി 10th തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അത് മേടിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് വേണ്ടുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് തന്നെ അതൊരു മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നാലാമതായിട്ട് വേണ്ടത് NCL സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അത് ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി വിഭാഗത്തിൽ പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇല്ല ആ ഒരു നിങ്ങൾ NCL വിഭാഗത്തിൽ തന്നെയാണ്, പക്ഷെ അത് വേറൊരു കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ചു കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് EW സർട്ടിഫിക്കറ്റ് ആണ്. ഇതും സെയിം വില്ലേജ് ഓഫീസിൽ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വരുമ്പോഴത്തേക്ക് SC ST കാറ്റഗറിയിൽ പെട്ടവർക്കാണ്. അത് താലൂക്ക് ഓഫീസിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ അതർ സർട്ടിഫിക്കറ്റ്സ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെട്ട എന്തെങ്കിലും അതർ കാറ്റഗറിയിലൊക്കെ റിസർവേഷൻ ക്രൈറ്റീരിയസ് ഒക്കെ പെട്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ്സും കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സർട്ടിഫിക്കറ്റ്സ് വരുന്നത്. നെക്സ്റ്റ് ഉള്ള പേജുകളിലൊക്കെ പറയുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. അതായത് വെന്യൂ, സബ്ജക്റ്റ്, മാർക്ക്, ഡേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് താഴോട്ട് പറയുന്നത്. ഇപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഡേറ്റിൻ്റെയും ആ ഒരു കാര്യങ്ങൾ ടൈമോ എല്ലാം ആ ഒരു ബോക്സിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 30-ാം തീയതി വരെ എൻഡ് ചെയ്യും. ഏതൊക്കെ ദിവസം എത്ര ടൈമൊക്കെ ആണെന്നുള്ളത് ക്ലിയർലി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴെല്ലാം നമുക്ക് എക്സാമിനേഷൻ ടൈം അടുക്കുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് താഴോട്ടുള്ള എല്ലാ പോയിന്റ്സും പേപ്പേഴ്സും വരുന്നതെന്ന് പറഞ്ഞാൽ പേപ്പേഴ്സിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. അതായത് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ ബേസ് ആയിട്ടുള്ള കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ്, അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഓപ്ഷൻ സബ്മിഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്,
അതുകൂടാതെ ഉള്ള ഫർദർ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറേ അനക്ഷേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് അനക്ഷേഴ്സ് 1 പറയുന്ന സിലബസുകളാണ്. അതായത് ഈ ഒരു എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. പേജ് നമ്പർ 107 മുതൽ 121 വരെയാണ് ഈ ഒരു സിലബസ് പറയുന്നത്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി 3 സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. താഴോട്ടുള്ള അനക്ഷേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളേജ് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഏതൊക്കെ കോളേജുകൾ ഉണ്ട്, ഏതൊക്കെ കോഴ്സ് ആ ഒരു കോളേജുകളിൽ അവൈലബിൾ ആണ്. പേജ് നമ്പർ 122 മുതലാണ് ഈ ഒരു കോളേജ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ കോഴ്സസ് എന്തൊക്കെയുണ്ട് ആ ഒരു കോളേജിൽ, എത്രത്തോളം സീറ്റ്സ് ഓരോ കോഴ്സിനും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഈ പ്രോസ്പെക്ടസിനകത്ത് അവർ ക്ലിയർലി പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ഓഫ് കോഴ്സ് കോഡുണ്ട്. കോഴ്സ് കോഡിന്റെ അബ്രിവേഷൻസിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് വരുന്ന അനക്ഷേഴ്സ് പേജ് നമ്പർ 154 മുതലുള്ള അനക്ഷേഴ്സിനകത്ത് റിസർവേഷൻ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുറെ ഫോംസ് ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ, നോൺ ക്രീമി ലെയർ ആയിക്കോട്ടെ, മൈനോറിറ്റി ഇൻകം സർട്ടിഫിക്കറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഒരു ഫോർമാറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അതില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തതിന് ശേഷം കൺസേൺ അതോറിറ്റിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാവുന്നതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പ്രോസ്പെക്ടസിനകത്ത് അവർ ക്ലിയർലി കൊടുത്തേക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസ് ക്ലിയർലി വായിച്ച് മനസ്സിലാക്കുക. നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. കാര്യം ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതൊരു തിരുത്തൽ അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് ഉണ്ടാവത്തില്ല. അപ്പോൾ കാറ്റഗറി വൈസ് ആയിക്കോട്ടെ, റിസർവേഷൻ കാറ്റഗറിയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ കീം 2025 ആപ്ലിക്കേഷനെ സംബന്ധിച്ചുള്ള എൻ്റെ പ്രൊസീജിയറും ഡീറ്റെയിൽസും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എവറി സിംഗിൾ പോയിന്റ്സും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ ഓരോ പോയിന്റ്സ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തരിക. കാരണം ഇപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ തന്നിട്ട് ഒന്നും കൺഫ്യൂസ്ഡ് ആക്കണ്ട. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് ഓരോ കോഴ്സ് മാത്രം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോഴ്സ് മാത്രം ചൂസ് ചെയ്തുകൊണ്ട് മാത്രം ആപ്ലിക്കേഷൻസ് കൊടുക്കുക. സമയത്തിനുള്ളിൽ, അതായത് മാർച്ച് 10 തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് പരമാവധി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ഡോക്യുമെന്റ്സും കയ്യിൽ കരുതുകയും വേണം കേട്ടോ. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ESC എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.